കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് അവൻ്റെ കുരിശിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഒരു വെള്ളിയാഴ്ച ദൈവം നമുക്ക് വേണ്ടി തരികയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ കരുണയാണ് അവൻ്റെ കുരിശിലേക്ക് നോക്കി, അവൻ്റെ തിരുമുറിവിലേക്ക് നോക്കി ഇരിക്കാനായിട്ടൊരു മനുഷ്യനെ ദൈവം അനുവദിക്കുക എന്ന് പറയുന്നത് പോലും കർത്താവിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുക ഈശോയുടെ തിരുമുറിവുകളെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഈശോയുടെ തിരുമുറിവുകള് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങൾ തുറന്നു കിട്ടാനുള്ള വാതിലുകളാണ്. ആരെല്ലാം ഈശോയുടെ തിരുമുറിവിലേക്ക് നോക്കി തൻ്റെ ജീവിതങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടോ, ആ ജീവിതങ്ങളൊന്നും ഇന്ന് വരെ പാഴായി പോയിട്ടില്ലെന്ന് കർത്താവിൻ്റെ സഭയിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും. വലുതൊരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ ഈശോ ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? ഈശോ നമ്മുടെ മുന്നേ വന്ന് നിന്നാൽ അത് ഈശോ ആണെന്ന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? നമ്മുടെ ഈ മക്കളൊക്കെ സ്കൂളിൽ ചേർത്തുമ്പോൾ 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് ചോദിക്കും. ഹല്ലേലൂയ. കേട്ടിട്ടില്ലേ? നിങ്ങൾ ഈ നാട്ടുകാരല്ലേ? ഹല്ലേലൂയ. നമ്മൾ മക്കളെയൊക്കെ ഈ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് സ്കൂളിൽ ചേർക്കുമ്പം 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് എഴുതി കൊടുക്കണം. വേണ്ടേ? അവൻ കൈ തല ഉയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു തിരിച്ചറിയൽ അടയാളം എഴുതി കൊടുക്കണം. വേണ്ടേ? അപ്പോൾ നമ്മൾ പറയും മുതുകത്തൊരു മറുകുണ്ട്, അല്ലെങ്കിൽ നെറ്റിയിലൊരു കാക്കാപ്പുള്ളിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ തിരിച്ചറിയൽ അടയാളങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ. ഈശോയുടെ തിരിച്ചറിയൽ അടയാളങ്ങൾ എന്താണ്? ഈശോയുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്താണ്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ എന്താണ് ചോദിച്ചു നോക്ക്. എങ്ങനെയാണ് ഈശോ നിന്റെ മുന്നിൽ വന്നാൽ അത് ഈശോ ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുക? നിങ്ങൾ ഈ തോമാസ്ലീഹനെ കുറിച്ച് കേട്ടു. നമ്മൾ തോമാസ്ലീഹയുടെ മക്കളാണ് അല്ലെ? ഈ തോമാസ്ലീഹ ഈശോ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല. 11 ശിഷ്യന്മാര് തോമാസ്ലീഹയോട് പറഞ്ഞു ഞങ്ങൾ ഈശോയെ കണ്ടു. അപ്പോ തോമാസ്ലീഹ എന്താ പറഞ്ഞത്? അങ്ങനെ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഹല്ലേലൂയ. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും എൻ്റെ നാമത്തിൽ വരും. ഹല്ലേലൂയ. വ്യാജ ക്രിസ്തുമാരിറങ്ങും. ഹല്ലേലൂയ. ഈ യഥാർത്ഥ ഒറിജിനൽ ക്രിസ്തുവും വ്യാജ ക്രിസ്തുമാരും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ ഒരേ ഒരു അടയാളമേ ഉള്ളൂ. അത് ഈശോയുടെ തിരുമുറിവുകളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ഈശോ ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് ഈശോയുടെ തിരുമുറിവുകളാണ്. തിരുമുറിവില്ലെങ്കിൽ അത് ഈശോ അല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ അടയാളം എന്ന് പറയുന്നത് ഈശോയുടെ തിരുമുറിവുകളാണ്. ഹല്ലേലൂയ. നമ്മുടെ തൊട്ടടുത്ത് താമസിച്ച് പുണ്യവതിയായ മറിയം ത്രേസ്യ എന്ന് പറയുന്ന ഒരു പുണ്യവതിയുണ്ട്. ഹല്ലേലൂയ. മറിയം ത്രേസ്യയെ കുറിച്ച് കേട്ടുള്ളവർ കൈപ്പൊക്കിക്കേ. കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. മറിയം ത്രേസ്യയുടെ ഖബറിടത്ത് പോയിട്ടുള്ളവർ കൈപ്പൊക്കിക്കേ. ദൈവമക്കൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈശോയോട് താദാത്മ്യം പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയോ? അതായത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോട് ഏറ്റവും താദാത്മ്യം പ്രാപിച്ച ജീവിതങ്ങൾക്ക് സ്വർഗം കൊടുക്കുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് എന്താണ്? പഞ്ചക്ഷതമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അടയാളങ്ങൾ തന്റെ ശരീരത്തിൽ ധരിക്കാൻ ചില പുണ്യാത്മാക്കൾക്ക്, എല്ലാവർക്കുമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഈശോയുടെ ജീവിതവുമായി താദാത്മ്യം പ്രാപിക്കുന്ന, അവന്റെ പീഡാസഹനങ്ങളോട്, അവന്റെ തിരുമുറിവുകളോട്, അവന്റെ കുരിശിലേക്ക് നോക്കി തന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രം സ്വർഗം കൊടുത്ത ഒരു കയ്യൊപ്പാണ് പഞ്ചക്ഷതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. അങ്ങനെ പഞ്ചക്ഷതധാരിയായി മരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്.
മറിയം ത്രേസ്യയുടെ ജീവിതത്തിലെ മറിയം ചില ത്യാഗം, സഹനങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് മറിയം ത്രേസ്യയോട് പറയും, നീ ഇത്രയധികം സഹനങ്ങൾ എടുക്കണം, നിന്റെ ആരോഗ്യം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ എടുത്താൽ മതി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ കഠിനമായ ഉപവാസവും തപശ്ചര്യയും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈശോ ആരോട് പറയും? ആരോട് പറയും? മറിയം ത്രേസ്യയോട് പറയും. മറിയം ത്രേസ്യക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഹല്ലേലൂയ. കാരണം ഈശോ തന്നെ വന്നിട്ട് പറയാണ്, ഇത്ര കൊടിയ താപസമൊന്നും നീ എടുക്കണ്ട, ഇത്ര സഹനമൊന്നും നിന്റെ ശരീരം, നീ രോഗിയാണ്, അതുകൊണ്ട് നിന്റെ ആരോഗ്യം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ മതി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മറിയം ത്രേസ്യ ചെന്ന് തന്റെ സ്പിരിച്വൽ ആത്മീയ പിതാവിനോട് ഇത് പങ്കുവയ്ക്കും. ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, ഇത്രമാത്രം കൊടിയ സഹനങ്ങളും താപശ്ചര്യമൊന്നും ഞാൻ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം സ്പിരിച്വൽ ഫാദർ പറയും, നീ ഒരു കാര്യം ചെയ്യും, ആ ഈശോ ഇനി വരുമ്പോ ആ ഈശോയോട് തൻ്റെ ശരീരത്തിലുള്ള തിരുമുറിവുകൾ കാണിച്ചു തരാൻ പറയണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. പിറ്റത്തെ ദിവസവും ഇവള് ഉപവാസം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഈശോ വരും. ഹല്ലേലൂയ. ഈശോ വരും. ഈശോയോട് മറിയം ത്രേസ്യ പറയും, നീ ഈശോ ആണെങ്കിൽ നിന്റെ തിരുമുറിവുകൾ എനിക്ക് കാണിക്കുക. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. മറിയം ത്രേസ്യയുടെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ആ നിമിഷം ഈശോ അപ്രത്യക്ഷനായി. അത് ഏത് ഈശോ ആയിരുന്നു? അത് ഏത് ഈശോ ആയിരുന്നു? പ്രിയപ്പെട്ടവരെ, പ്രകാശത്തിന്റെ വേഷം കെട്ടിവരെ പിശാച് വരും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ അന്ത്യദിനത്തിലെ ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിയാൻ ദൈവമക്കളെ നമുക്കൊരടയാളമുള്ളൂ. അവന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകണം. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയാണെന്നും ഈശോയുടെ ശിഷ്യനാണെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിന്റെ മുമ്പേ വന്ന് നിൽക്കുമ്പോ നീ പരിശോധിക്കണം, അവന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടോ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മുറിവുകളില്ലാത്തതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ അടയാളമുണ്ടോ എന്ന് പരിശോധിക്കണം. അടയാളമുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ഈ യോഹന്നാൻ ഇങ്ങനെ കൃപയിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. യോഹന്നാന് ലഭിച്ചൊരു വലിയ സുവിശേഷ ദർശനം. പ്രിയപ്പെട്ടവരെ, കൃപയിൽ നിറഞ്ഞ് വെളിപാടിന്റെ ആത്മാവ് നിറഞ്ഞ് യോഹന്നാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഇതാ ഒരു കുഞ്ഞാട്, അറക്കപ്പെട്ടൊരു കുഞ്ഞാട്, കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞാട്. lamb been slain, അങ്ങനെയാണ് ആ വാക്ക് പറയുക. ഹല്ലേലൂയ. മുറിയപ്പെട്ടൊരു കുഞ്ഞാട്. അവന്റെ മുറിവ് കണ്ടപ്പോൾ യോഹന്നാന് മനസ്സിലായി, ഇത് ഒറിജിനൽ കുഞ്ഞാടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ കഴുത്തിലൊരു വെട്ടില്ലായിരുന്നെങ്കിൽ, അവൻ കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, അവൻ അറക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, അവന്റെ ശരീരത്തിൽ മുറിവില്ലായിരുന്നെങ്കിൽ അത് ഒറിജിനൽ അല്ല. അതെന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളെ, ഈശോയുടെ തിരിച്ചറിയൽ അടയാളം എന്ന് പറയുന്നത് എന്താണ്? ഈശോയുടെ തിരുമുറിവുകളാണ്. ഹല്ലേലൂയ. എങ്കിൽ അല്ലയോ ക്രിസ്ത്യാനി, നമ്മളെ ക്രിസ്ത്യാനിയാക്കുന്നത് എന്താണ്? ഈശോയാക്കുന്നത് ഈശോയുടെ തിരുമുറിവുകളാണെങ്കിൽ, ഈശോയെ അനുഗമിക്കുന്നു, എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ അനുഗമിക്കുന്നവൻ എങ്ങനെ വരണം? സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞ് ഈശോയെ അനുഗമിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ എന്തുണ്ടാകണം? മുറിവുകൾ ഉണ്ടാകണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയാക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് കാക്കാപുള്ളിയല്ല, മുതുകത്തുള്ള മറുകല്ല, ജന്മനാ നിന്റെ ശരീരത്തിൽ കിട്ടിയ ഒരടയാളവുമല്ല. അത് പുത്രന്റെ മുറിവ് നിന്റെ ശരീരത്തിൽ നീ വഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പൗലോസ്ലീഹയ്ക്ക് ഇത് മനസ്സിലായി കഴിയുമ്പോൾ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലെ ക്രിസ്തുവിന്റെ അടയാളങ്ങൾ തന്റെ ശരീരത്തിൽ ധരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി,
ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഒന്ന് പറഞ്ഞേ, ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ വലുതെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ആരും എന്റെ പ്രബോധനങ്ങളെ ചോദ്യം ചെയ്യാൻ വരണ്ട. ഞാൻ കുരിശിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരുടെയും നെറ്റി ചുളിയണ്ട. ആരും ഇനിമേൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരണ്ട. കാരണം ഞാൻ എൻ്റെ നാഥന്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ട്. That is my identification mark. അതാണ് എൻ്റെ തിരിച്ചറിയൽ അടയാളം. ഞാൻ ഒറിജിനൽ ആണോ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നതിന്റെ അടയാളം അതാണ്. വലുതെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമക്കളെ, ഈ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത് ഇപ്പൊ 10ാമത്തെ വർഷം കഴിയുകയാണ്. 10 വർഷമായി. എൻ്റെ ശരീരം മുഴുവൻ കോരിത്തരിച്ചൊരു അനുഭവം ഈ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ശുശ്രൂഷയിലിടയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം എന്നെ കാണാൻ അനുവദിച്ചിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്ത വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ശുശ്രൂഷകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നതുപോലെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ കണ്ണു നിറഞ്ഞു പോയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവം. അതൊരു മാനസാന്തരമൊന്നുമല്ല, അതൊരു സൗഖ്യമല്ല, അതൊരു വിടുതലല്ല. ദൈവമക്കളെ, ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രേക്ഷിത സഹോദരി പറഞ്ഞു, ബ്രദറെ 17 വർഷമായി സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നു പോയ ഒരു അപ്പച്ചനുമായിട്ടൊരു അമ്മച്ചി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പച്ചന് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ബാത്റൂമിലേക്ക് പോകുമ്പോ ഈ അമ്മച്ചിയാണ് താങ്ങി പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ അതുകൊണ്ട് ബ്രദർ എപ്പോഴെങ്കിലും പറ്റുമ്പോ ആ റൂമിലാണ്, ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് രോഗികൾക്ക് പ്രത്യേകമായിട്ട് അതിനടുത്ത് തന്നെ റൂമുണ്ട്. അപ്പൊ ആ റൂമിലാണ് ബ്രദർ എപ്പോഴെങ്കിലും പോയിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവരൊന്ന് കാണണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോ ഈ അപ്പച്ചൻ ഭയങ്കര സന്തോഷമായി. അപ്പച്ചൻ ഭയങ്കര തമാശക്കാരനാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്ന് എന്റെ സമയം പോയത് ഞാൻ പോലും അറിഞ്ഞില്ല. അപ്പച്ചൻ അതുപോലെ രസികനാണ്. ഹല്ലേലൂയ. 17 വർഷമായി ഒരു ഭാഗം തളർന്നു കിടക്കുന്ന ഈ അപ്പച്ചനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും വലിയൊരു ആനന്ദത്തിന്റെ ആത്മാവ് എന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം ആ ഒരു അവസ്ഥയിലും അപ്പച്ചൻ വളരെ സന്തോഷവാനാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ബ്രദറെ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് തന്നെ ബാത്റൂമിൽ പോയി എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണം. ഹല്ലേലൂയ. കാരണം എൻ്റെ ഭാര്യയ്ക്ക് പ്രായമാവുകയാണ്, അവൾക്ക് നടുവേദനയാണ്, അവൾക്ക് എന്നെ താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ എനിക്കൊന്ന് ബാത്റൂമിൽ പോയിട്ട് ഞാൻ പോയി തിരിച്ചു വരാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് കിട്ടിയാൽ മതി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 17 വർഷമായി സ്ട്രോക്ക് ബാധിച്ചു കിടക്കുന്ന ഈ അപ്പച്ചന്റെ ഒരു കൊച്ചാഗ്രഹം. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി പറയാണ്, ബ്രദറെ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഞാനിത് എത്രയും കാലം വേണമെങ്കിലും ചുമന്നോളാം. അദ്ദേഹത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ സൗഖ്യം തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് അപ്പച്ചൻ എന്നെ ഓർത്തിട്ട് ഭാരപ്പെട്ടിട്ടാണ്. ഹല്ലേലൂയ. എനിക്കൊരു കുഴപ്പമില്ല ബ്രദറെ, ഞാൻ കൊണ്ടുപോകണത് തന്നെയാ. ഇനിയും മരിക്കുന്നത് വരെ ഇത് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിക്കോളാം. അദ്ദേഹത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഞാൻ ആകെ കൺഫ്യൂഷനായി. അപ്പച്ചൻ പറയുന്നു സൗഖ്യം വേണമെന്ന്, അമ്മച്ചി പറയുന്നു കുഴപ്പമില്ല ഇത് ഞാൻ കൊണ്ട് നടന്നോളാം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്തായാലും ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ എന്താഗ്രഹിക്കുന്നു അല്ലെ പിതാവേ, അങ്ങേക്കെല്ലാം പിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ലോകം കണ്ട ഏറ്റവും മനോഹരമായ പ്രാർത്ഥന അതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈശോ അവസാനം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, ആഭാ പിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചതി പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന്
എൻ്റെ മനസ്സിലേക്ക് ഒരു പേര് വരികയാണ്. പേര് ഞാൻ പറഞ്ഞു, ആരാണ് ഈ ഓമന? വളരെ അടുത്ത് ചോദിച്ചേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ആരാണ് ഈ ഓമന? ഉടനെ അമ്മച്ചി പറഞ്ഞു, അതെന്റെ പേരാണ്. ഹല്ലേലൂയ, അതെന്റെ പേരാണ്. അപ്പൊ ത്രേസ്യോ, അതെന്റെ പള്ളിയിലിട്ട പേരാണ്. വളരെ അടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ സമയത്ത് ദൈവമക്കളെ ഈ അപ്പച്ചൻ പൊട്ടിച്ചിരിക്കുകയാണ്. വളരെ അടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിങ്ങനെ കണ്ണ് ബൾബായി നോക്കുക, അപ്പച്ചൻ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്തിനാ ചിരിക്കുന്നത്? അപ്പൊ അപ്പച്ചൻ പറയുകയാണ്, ഞാൻ ചിരിച്ചത് ചുമ്മാ അതല്ല ബ്രദറെ. ഇനി ബ്രദർ പ്രാർത്ഥിക്കണ്ട, ഇനി ബ്രദർ ഒരു സന്ദേശവും തരണ്ട, എനിക്കൊരു സൗഖ്യവും വേണ്ട. എന്റെ ഭാര്യയുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ പരം എനിക്കൊരു സൗഖ്യവും വേണ്ട, ഇതിൽ പരം എനിക്കൊരു അനുഗ്രഹവും വേണ്ട. എന്നെ നോക്കിയ എന്റെ ഭാര്യ ഇതാ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ദൈവമക്കളെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയില് നിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടോ? നിന്റെ മനസ്സിൽ മുറിവുകളുണ്ടോ? That is a guarantee. അത് നിനക്കുള്ള തിരിച്ചറിയൽ അടയാളമാണ്. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി കൊടുത്തേ, ഈശോയ്ക്ക് നന്ദി കൊടുത്തേ. പോരാ പോരാ, ഒരു വെടിക്കെട്ട് കൈയ്യടി കൊടുത്തേ. ഇതൊന്നും പോരാ ദൈവമക്കളെ, ഇതൊന്നും പോരാ. ഞാൻ ശരിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ തരിച്ചിരുന്ന ഒരു ദിവസമാണ്. വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കിട്ടിയിട്ട് മൂടും തട്ടിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ പിന്നെ അവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ 17 വർഷം തൻ്റെ ജീവിത പങ്കാളിയെ വിശ്വസ്തയോടെ നോക്കി, നടുവേദന എടുത്തിട്ടും ഇടുപ്പ് വേദന എടുത്തിട്ടും, പ്രിയപ്പെട്ടവരെ, അതെല്ലാം സന്തോഷത്തോടെ കർത്താവിന്റെ കുരിശിലേക്ക് സമർപ്പിച്ച ഒരമ്മച്ചി സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാനായി നിൽക്കുകയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളാക്കുന്നത് എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മിഷൻ പ്രദേശത്ത് മിഷൻ ചെയ്യാനായി പോയപ്പം ഞങ്ങൾ താമസിച്ചത് ഒരു കോൺവെന്റിലാണ്. അപ്പം ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ചെന്നപ്പം അവിടെ അടുക്കളയിലിരുന്നൊരു കന്യാസ്ത്രീ, അടുക്കളയിൽ ജോലി ചെയ്യുന്നൊരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്കൊരുപാട് ദുഃഖങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് കൃപകൾ ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനൊന്നും അനുവാദമില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഈ സ്കൂളിൽ പോലും അടുക്കളയിൽ പണിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നെ വിളിച്ചതൊന്നുമല്ല. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ സ്കൂളിൽ പോവും, പഠിപ്പിക്കും, പിന്നെ വന്ന് അടുക്കളയിൽ ജോലി ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നൽകിയ കൃപകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനം ഇതായിരുന്നു, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായ ഓരോ മക്കളും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു വചനമാണിത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. അല്ലയോ ശുശ്രൂഷക, അല്ലയോ ശുശ്രൂഷകേ, യേശു ക്രിസ്തുവിന്റെ അടയാളങ്ങൾ നിന്റെ ശരീരത്തിൽ നീ ധരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നീ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തെ കരങ്ങളടിച്ച് ഈശോയ്ക്ക് ഒരു മഹത്വം കൊടുത്ത്, ഈശോയ്ക്ക് ഒരു മഹത്വം. ഇത് പോരാ. ഇതങ്ങോട്ട് അകത്തേക്ക് തുളഞ്ഞു കയറണം. ദൈവമക്കളെ, ഒരു ഈശോ ആകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. അല്ലേ? ആണോ? അല്ലേ? ഈശോയെ പോലെ ആകണ്ടേന്നൊന്ന് ചോദിച്ചേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തിട്ട്, ഈശോയെ പോലെ ആകണ്ടേന്ന് ചോദിച്ചേ. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? ചോദിക്കേ. പോകണ്ടേ? ഈശോയെ പോലെ ആകണമെങ്കിൽ അവന്റെ അടയാളങ്ങൾ നിന്റെ ശരീരത്തിൽ ധരിക്കുന്നതിൽ നീ അഭിമാനിക്കണം. പൗലോസ് പറഞ്ഞല്ലോ, അഭിമാനിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ അഭിമാനിക്കും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ.
എന്റെ ബലഹീനതകളെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്റെ മുറിവുകളിൽ ഞാൻ അഭിമാനിക്കും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ, പ്രത്യേകിച്ച് ഗാഗുൽത്ത നാഥേരൊക്കെ ഭക്തരാണ് അല്ലേ? അല്ലേ? ആണോ? പുത്രന്റെ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ നോക്കിയത് എങ്ങോട്ടായിരിക്കും? അവന്റെ ശിരസിൽ തറച്ചിരുന്ന മുൾമുടി പതുക്കെടുത്ത് മാറ്റി ഓരോ മുറിവുകളിലൂടെയും തൻ്റെ കൈ ഇങ്ങനെ വിറച്ച് വിറച്ച് തലോടിക്കൊണ്ടിരിക്കുമ്പോ അമ്മ ആ മുറിവുകളിലേക്ക് നോക്കി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ആ മുറിവുകൾ എണ്ണി ദൈവമക്കളെ, മുറിവുകൾ എണ്ണി. ഈശോയുടെ ശിരസിൽ തറച്ചിരുന്ന മുൾമുടി തൻ്റെ കയ്യിലെടുത്ത് ആ മുള്ളുകളിലൂടെ വിരലോടിച്ച് ആ പുത്രന്റെ കുഞ്ഞുനാള് മുതൽ, അമ്മയുടെ ഉദരത്തിലായിരുന്ന നാള് മുതൽ അന്ത്യം വരെയുള്ള ഓരോ രക്ഷാകര സംഭവങ്ങളും പരിശുദ്ധമ്മ ധ്യാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാല ഉണ്ടായത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധമ്മ ഈശോയുടെ തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ അവളുടെ കയ്യിലിരുന്ന മുൾമുടി നമ്മുടെ കയ്യിലിരിക്കുന്ന ഉരുണ്ട ജപമാലയായി മാറി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. അവസാനം ഒരു 3 മണി അത് ഈശോയെ തറച്ച ആണികൾ പരിശുദ്ധമ്മ കയ്യിലെടുത്തൊന്ന് തലോടിയപ്പോഴാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ 53 മണി ജപം ഉണ്ടായത്. വളരെ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഈശോയുടെ പീഡാനുഭവമൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയിൽ ഒരു സീനുണ്ട്. ഈശോ ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് കളിക്കുന്നതിനിടയിലെ ഈശോ കാല് തെറ്റി വീഴുകയാ. ഹല്ലേലൂയ. ഈ കാല് തെറ്റി വീഴുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പരിശുദ്ധ അമ്മ ഓടിച്ചെല്ലുകയാണ്. ഹല്ലേലൂയ. ഈശോയുടെ കുരിശ് ചുമന്ന് 4-ാം സ്ഥലത്ത് പരിശുദ്ധ അമ്മ തൻ്റെ മകനെ കണ്ടുമുട്ടുന്ന സീനിലെ ആ സംവിധായകൻ അത് ഒരിക്കൽ കൂടി ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടിട്ടുള്ളവരൊന്ന് കൈവീശി കാണിച്ചേ. ഈശോ ഉണ്ണീശോ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ കാല് തട്ടി കെട്ടിമറിഞ്ഞ് വീഴുമ്പോ ഓടിച്ചെന്ന് അവനെ കെട്ടി പുണർന്ന് വാരിയെടുത്ത് മടിയിലിരുത്തി അവന്റെ കയ്യിലെയും കാൽമുട്ടിലെയും മുറിവിൽ തലോടുന്ന ഒരു അമ്മയുടെ ചിത്രമുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെയാണ് 4-ാം സ്ഥലത്ത് നമ്മൾ വിചാരിക്കും ആ കുരിശ് എടുത്തു മാറ്റി തൻ്റെ പുത്രനെ രക്ഷിക്കാൻ പോകുന്ന ഒരമ്മ ഓടിച്ചെന്ന് അവൻ വീണ് കിടക്കുമ്പോൾ, 3-ാം സ്ഥലത്ത് വീണ് കിടക്കുന്ന അവസ്ഥയില് ആ കുരിശെടുത്ത് അത് മാറ്റി തൻ്റെ പുത്രനെ എഴുന്നേപ്പിച്ച് ആ മുറിവൊക്കെ തലോടുമെന്ന് കരുതി നമ്മൾ നോക്കിയിരിക്കുമ്പോ പരിശുദ്ധ അമ്മ ചെന്ന് പുത്രനെ നോക്കാതെ ആ കുരിശെടുത്ത് അവന്റെ തോളിലേക്ക് വെച്ച് കൊടുത്തിട്ട് പരിശുദ്ധ അമ്മ പറയും, നടക്കടാ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ആ 4-ാം സ്ഥലത്ത് ആ മകന് കിട്ടുന്ന ഒരു പ്രോത്സാഹനമുണ്ട്, ഒരു ധൈര്യമുണ്ട്. അമ്മ പറയാ, നീ നടന്നോ, ഞാനുണ്ട് കൂടെ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമക്കളെ, അമ്മയുടെ തലോടല്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളൊന്ന് വീഴുമ്പോ നമ്മൾ ഓടിപ്പോയി എടുത്ത് എവിടേക്കാണ് നോക്കുന്നത്? എവിടേക്കാണ് നോക്കുന്നത്? മകന്റെ മുറിവുകളിലേക്കാണ്. ഹല്ലേലൂയ. മുറിവുകൾ തലാടുമ്പോ ആ മുറിവ് തലോടി സാന്ത്വനം നൽകി സാരല്ലടാ സാരല്ലടി എന്ന് പറയുമ്പോ ദൈവമക്കളെ അങ്ങനെ ആശ്വാസം നൽകുന്ന ഒരു അമ്മയുടെ ചിത്രമുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ മുറിവുകളെ ധ്യാനിച്ച് 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 അവന്റെ ഹൃദയത്തിലൂടെ, അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നത് കൊണ്ടാ കുരിശിന്റെ വഴിയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പറ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധ ദൈവമാതാവേ. സ്വരം പോരല്ലോ, ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചേ, പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അമ്മ അത് ധ്യാനിച്ച് ധ്യാനിച്ച് തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓർമ്മ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി,
ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുന്നുണ്ട്, ഇല്ലേ? ഇല്ലേ? ഈശോയുടെ സ്വർഗാരോഹണം. അങ്ങനെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ പിതാവായ ദൈവം പുത്രനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സ്വീകരിക്കാൻ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഈശോ കടന്നു ചെല്ലുമ്പോൾ ഈ പിതാവായ ദൈവം എവിടേക്കാണ് നോക്കിയിരിക്കുക? പിതാവായ ദൈവം എങ്ങോട്ടാണ് നോക്കിയിരിക്കുക? നിങ്ങൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയുടെ അവസാനം ഈശോ മരിക്കുമ്പോൾ ഒരു കണ്ണുനീർത്തുള്ളി ആകാശത്തു നിന്ന് പൊഴിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഭൂമിയിൽ പതിക്കുമ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാവുന്നതായിട്ട് ആ സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ആരുടെ കണ്ണുനീരാണത്? ആരുടെ കണ്ണുനീരാണ്? ഒരു കണ്ണിൽ നിന്നൊരു കണ്ണുനീർത്തുള്ളി ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇതാ പതിക്കുകയാ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ പിതാവ് കാത്തിരിക്കുകയാ തൻ്റെ പുത്രൻ വരുമ്പോൾ തൻ്റെ മടിയിൽ കയറ്റിരുത്തി തൻ്റെ വലത്തു ഭാഗത്ത് ഉപവിഷ്ടനാക്കുവാൻ കാത്തിരിക്കുന്നൊരു പിതാവായ ദൈവം ഈശോ കടന്നു വരുമ്പോൾ എവിടേക്കാണ് നോക്കിയിരിക്കുക? എവിടേക്കാണ് നോക്കിയിട്ടുണ്ടാവുക? പറ, എവിടേക്കാണ് നോക്കിയിട്ടുണ്ടാവുക? നിങ്ങളുടെ മക്കള് ഈ പീഡാസഹനം കഴിഞ്ഞല്ലേ ഒന്ന് കെട്ടിമറിഞ്ഞ് വീണ് പിടിച്ച് മടിയിലിരുത്തി എവിടേക്കാണ് നോക്കുന്നത്? എവിടേക്കാണ് നോക്കുന്നത്? അവനെന്തേലും മുറിവ് പറ്റിയോന്നാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ അപ്പൻ മോനെ മടിയിലിരുത്തി എവിടേക്ക് നോക്കി കാണും? എവിടേക്ക് നോക്കി കാണും? അവന്റെ തിരുമുറിവിലേക്ക് നോക്കി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമക്കളെ, ഇന്നും ലോകത്തോട് ദൈവം കരുണ കാണിക്കുന്നതിന്റെ കാരണം, നെവർ മിസ്റ്റേക്ക് മീ, നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ, അവന്റെ തിരുമുറിവുകളിലൂടെ നിന്നെയും എന്നെയും പിതാവായ ദൈവം നോക്കുന്നത് കൊണ്ടാ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണുനീരും കൊണ്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. പുത്രന്റെ തിരുമുറിവുകളിലൂടെ ദൈവം നമ്മളെ നോക്കുന്നത് കൊണ്ടാ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്. അവന്റെ മുറിവുകളിലൂടെ നിന്നെ കാണുമ്പോഴാ ദൈവത്തിന്റെ കൃപയുടെ നീർച്ചാലുകൾ മോനെ മോളെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണ പരന്നൊഴുകുവാൻ കാരണം അവന്റെ തിരുമുറിവിലൂടെ ദൈവം നമ്മളെ കാണുന്നത് കൊണ്ടാവും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഇവിടെ വാഗ്ദത്തെടുത്തോരൊന്ന് കൈവയ്ക്കുക. വാഗ്ദത്തെടുത്തോര് ഈ വാഗ്ദത്തെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാഗ്ദത്ത പരിഹാര പ്രാർത്ഥനയുണ്ട്. അതിൽ മനോഹരമായ ഒരു വരിയുണ്ട്. മനോഹരമായ, അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ആരും എഴുതിയ പ്രാർത്ഥനയല്ല കേട്ടോ. നൈജീരിയയിലെ ബർണബാസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ ഈശോയുടെ തിരുരക്തം എന്ന് പറയുന്ന പുസ്തകത്തില്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ചും പീഡാസഹനങ്ങളെക്കുറിച്ചും അനേകം ദൈവമക്കൾക്ക് കൊടുത്തിട്ടുള്ള ദൈവിക ദർശനങ്ങളിലെ സഭ അംഗീകരിച്ച ഒരു ദൈവിക ദർശനങ്ങളുടെ വെളിപാടുകളുടെ പുസ്തകമാണ് ഈശോയുടെ തിരുരക്തം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത തലമുറകളുടെ വിശുദ്ധീകരണത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ മനോഹരം, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന പ്രാർത്ഥനകളുടെയൊക്കെ വരികൾ വളരെ സ്പർശമാണ്. ഹല്ലേലൂയ. അത് ഹൃദയത്തെ തൊടുന്നതാണ്, അത് ജീവിതങ്ങളെ തൊടുന്നതാണ്, അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. കാരണം അതൊരു മനുഷ്യന്റെ സൃഷ്ടിയല്ല, അത് സ്വർഗം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിലെ മനോഹരമായ വരികൾ ഇതാണ്, ഇങ്ങനെയാണ്: അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ തിരുമുറിവുകളിലേക്ക് നോക്കി ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരണം പുത്രന്റെ തിരുമുറിവുകൾ പിതാവിന്റെ വീക്ക്നെസ് ആണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കാര്യം നടക്കാൻ, നമുക്കറിയാം, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ടൂറൊക്കെ പോവാൻ അമ്മയുടെ വാലൊക്കെ പിടിച്ച്, അമ്മ ഇപ്പോഴും മുണ്ടും ചട്ടയാണ്. 8-9 വർഷം സ്ട്രോക്ക് വന്ന് കിടന്ന് എൻ്റെ അപ്പച്ചനെ താങ്ങിയത്, എൻ്റെ അപ്പനെ താങ്ങിയത് എൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ എൻ്റെ തൊട്ട് മൂത്ത സഹോദരി മെന്റലി റിട്ടാർഡഡ് ആണ്. ഏതാണ്ട് 28-29 വർഷം അവൾ മരിക്കുന്നത് വരെ അവളുടെ കാര്യം നോക്കിയത് എൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഒരു പരാതിയുമില്ല. ഹല്ലേലൂയ. അമ്മയ്ക്ക് എപ്പോഴും സന്തോഷമാണ്, ഇനിയും സന്തോഷമാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെയുടെ ഒരു അമ്മയുടെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുമ്പോൾ ദൈവമക്കളെ, എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അങ്ങനെ അമ്മ ഈ
എല്ലാ ദിവസവും ഇങ്ങനെ ജപമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും നോമ്പാണ്, ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം, പിന്നെ എല്ലാ ദിവസവും നോമ്പാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിവിടെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ നീ നിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടോ എന്നതാണ് നിന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. പുത്രന്റെ തിരുമുറിവുകളിലൂടെ. അപ്പം അന്നൊക്കെ എൻ്റെ സ്ട്രിക്റ്റായി അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഞാൻ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അമ്മയോടാണ് പറയുക ഹല്ലേലൂയ. കാരണം അമ്മമാർക്ക് അപ്പന്മാരുടെ വീക്ക്നെസ് അറിയാം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ അമ്മമാരെ വീക്ക്നെസ് കയറി പിടിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. ആണോ? അല്ലേ? അപ്പന്മാരുടെ വീക്ക്നെസ് അമ്മമാർക്കറിയാം. ഹല്ലേലൂയ. ഇനി അമ്മമാരുടെ വീക്ക്നെസ് മക്കൾക്കറിയാം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയും, എന്തുകൊണ്ട് ഈ വാഗ്ദത്ത ശുശ്രൂഷയിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പുത്രന്റെ തിരുമുറിവുകളിലേക്ക് നോക്കിയാൽ പിതാവിന്റെ കരളലിയും. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഇതിൽ വേറെ ഗുട്ടൻസ് ഒന്നുമില്ല ദൈവമക്കളെ. ഈശോയുടെ തിരുമുറിവിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് ആ മുറിവുകളുടെ സ്മരണ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ നീ ഉണർത്തുമ്പോൾ ആ അപ്പന്റെ കരളലിയും, ആ അപ്പന്റെ കരുണയൊഴുകും. ആ അപ്പന് നിന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുത്രൻ ദൈവത്തിന്റെ തിരുമുറിവുകൾ പിതാവായ ദൈവത്തിന്റെ വീക്ക്നെസ് ആണ്. കരങ്ങളടിച്ച് ഈശോയ്ക്ക് ഒരു നന്ദി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് പുത്രന്റെ മുറിവുകളിലൂടെ നിന്നെ കാണുകയാണ്. ഹല്ലേലൂയ. അല്ലേ? ഈശോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആശീർവദിക്കുമ്പോ ഈശോയുടെ കരങ്ങളിലെ ആണിപ്പഴുതുകളിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മികൾ. ഹല്ലേലൂയ. ഓ, എന്തു മനോഹരമാണത്. ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് അവസാനത്തെ സീൻ അതാണ്. ഈശോ ഇങ്ങനെ ആശീർവദിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ ആ ആണിപ്പഴുതുകളിലൂടെ ഒരു പ്രകാശം ഇങ്ങോട്ട് വരികയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു തുറവിയാണ് ദൈവമക്കളെ. നിന്റെ ജീവിതത്തിലെ സകലടഞ്ഞ വാതിലുകളും തുറക്കാൻ, സകലടഞ്ഞു പോയ വഴികളും തുറന്നു തരാൻ കർത്താവിൻ്റെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിലെ കാണിപ്പഴുതുകൾക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയുടെ തിരുമുറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഒന്നാമത്, ഈശോയുടെ തിരുമുറിവുകൾ നിന്റെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവരും. എന്തുകൊണ്ടുവരും? ഒരു മനുഷ്യന്റെ മുറിവ് നമ്മുടെ മുറിവുകൾ ഉണക്കും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ കാണുന്ന ഈശോയുടെ ഗാഗുൽത്താ നാഥൻ. ആ നാഥന്റെ വാഗ്ദത്ത വചനമായി അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു വചനം ഇതാണ്: അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കും. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം. ഇത് ദൈവിക വാഗ്ദാനമാണ്, അത് സത്യമാണ്. ഹല്ലേലൂയ. വചനമാണ് സത്യം, വചനം മാത്രമാണ് സത്യം, മറ്റെല്ലാം നുണയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഈശോയുടെ വചനം യെശയ്യായുടെ പുസ്തകം 53 ഇങ്ങനെ എഴുതി വെച്ചു: നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിച്ചു, ദൈവം അവനെ ശിക്ഷിച്ചു, ദൈവം അവനെ ദണ്ഡിപ്പിച്ചു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നിനക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുമുറിവുകൾ നിന്റെ ജീവിതത്തിലേക്ക് സൗഖ്യം കൊണ്ടുവരും. വളരെ പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ ആവർത്തിക്കപ്പെടുന്ന ഒരു വാഗ്ദത്ത വചനമാണ്: അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കും. പഴയ നിയമത്തിലെ യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം സഹനദാസനെ കുറിച്ച് പറയുമ്പോൾ, പിന്നീട് പത്രോസ് ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 2:24
നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ ഈ ദൈവിക വാഗ്ദാനത്തെ അടിയുറച്ച് അച്ചാരമിട്ട് ഉറപ്പിച്ച് നമ്മളോട് പറയും, അവന്റെ മുറിവിനാൽ നാം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചവൻ കുരിശിൽ കയറി. ഹല്ലേലൂയ. പത്രോസ് പറയുക, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ കുരിശിൽ കയറിയത്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ള. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയും, അവന്റെ തിരുരക്തം നമ്മളെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ രക്തം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ തിരുമുറിവുകൾ ദൈവമക്കളെ നമുക്ക് സൗഖ്യത്തിനുള്ള ഉറവിടമാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജെറമിയായുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യം ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ജെറമിയായുടെ പുസ്തകം 30:17? അവൻ കർത്താവ് അവിടുന്ന് നമുക്ക് വീണ്ടും ആരോഗ്യം നൽകും. വളരെ പറഞ്ഞേ, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. പറ, ഈ സ്വരം പോരാ. ആരോഗ്യം വേണ്ടേ? സൗഖ്യം വേണ്ടേ? വിടുതൽ വേണ്ടേ? എന്ന ഉച്ചത്തിൽ പറ. വളരെ പറ, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ? ഈ വചനം ഒന്ന് ക്ലെയിം ചെയ്ത്, അവന്റെ മുറിവിനാൽ ചുമ്മാ അല്ല, ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നോക്കി നീ ഈ വചനം പറയുമ്പോൾ അപ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ സൗഖ്യം വെളിപ്പെടും. വളരെ പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ, വളരെ ഞാൻ നിനക്ക് പോരാ, ഈശ്വരൻ പോരാ, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ സമയം ഇടിപ്പല്ല് പൊട്ടിയ ഒരവസ്ഥയിൽ വേദന ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ട്രാക്ഷൻ ഇട്ട് തന്നെ മാസങ്ങളോളം കിടന്നു, ഇപ്പോഴും വേദനയുണ്ട്. അവിടെ ഈശോ തൊടുന്നുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ ഈ സമയങ്ങളിൽ ഒരു മകൾക്ക് ഇപ്പോൾ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റിച്ച് ഉണങ്ങാതെ പഴുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വളരെ ഈ വചനം ഒന്ന് പറഞ്ഞ്, ഞാൻ നിനക്ക് വീണ്ടും 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 ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. ഉച്ചതി പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങത്താത്ത. ഇത് മാത്രമല്ല, ഈശോയുടെ മുറിവുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈശോയുടെ മുറിവുകൾക്ക് നമ്മുടെ മുറിവുകൾ ഉണക്കാൻ കഴിയും. അത് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. ജെറമിയായുടെ പുസ്തകം 30-17-ാം വാക്യത്തിന്റെ അടുത്ത വാക്യം ഇതാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ. ഹല്ലേലൂയ. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് ചോദിച്ചേ, അവള് നിന്നെ അങ്ങനെ വിളിച്ചില്ലേ? അവള് നിന്നെ ഇങ്ങനെ വിളിച്ചില്ലേ? അവള് നിന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയില്ലേ? നിന്നെ കുത്തി നോവിച്ചില്ലേ? നിന്റെ ഹൃദയം ഒരുപാട് വേദനിച്ചില്ലേ? കർത്താവ് ചോദിക്കുക, കർത്താവ് അരുളി ചെയ്യുക, അവർ നിന്നെ ഭ്രഷ്ട എന്ന് വിളിച്ചില്ലേ? ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്ന് നിന്നെ കളിയാക്കിയില്ലേ? ഇന്നു മുതൽ നീ കണ്ടോ? വളരെ പറഞ്ഞേ, അവന്റെ മുറിവിനാൽ, അവന്റെ അടിപ്പിണരുകളാൽ നിന്റെ മുറിവുകൾ ഉണക്കാൻ ദൈവത്തിന് കഴിയും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾക്കറിയാം, കാൽവരിയുടെ വിരിമാറിലെ അവൻ ചത്തോ ജീവിച്ചോ എന്നറിയാൻ പടയാളികളിൽ ഒരുവൻ അവന്റെ തിരുവിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തുകയാ. ഹല്ലേലൂയ. അക്രൂരനായ പടയാളി, ഒറ്റക്കണ്ണനായ പടയാളി അവന്റെ തിരുവിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തുകയാണ്. അവന്റെ തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നൊഴുകിയ തിരുരക്തവും തിരുജലവും ആ ഒറ്റക്കണ്ണനായ പടയാളിയുടെ കണ്ണുകൾക്ക് സൗഖ്യം നൽകിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ മുറിവിലേക്കൊന്നും ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താണ് വരുന്നത്? എന്താണ് വരുന്നത്? ചീറ്റലാണ്. ഹല്ലേലൂയ. ഒറ്റ ചീറ്റലാണ്. ഹല്ലേലൂയ. അവിടെ നിന്നൊഴുകുന്നത് പഴുപ്പും ചലവുമാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കാരണം നമ്മുടെ ആന്തരിക മുറിവുകൾ പിശാചിന്റെ പണിപ്പുരയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്തുകൊണ്ടാണ് നമ്മൾ ഈ തൊട്ടാപ്പൊട്ട് ഇംഗ്ലീഷ് മുട്ടയായി മാറിയത്? എന്തുകൊണ്ടാണ് നമ്മൾ തൊടുമ്പളിക്ക് ഇങ്ങനെ ചീറ്റുന്നത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നമ്മുടെ ചില മുറിവുകളാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹോസിയ പ്രവചനം, ദൈവമക്കളെ, ഹോസിയ പ്രവചനം 14:4, ഞാൻ അവരുടെ
അവിശ്വസ്തതയുടെ മുറിവുകൾ ഉണക്കും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുകൾ ഉണക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ ഞങ്ങളോട് ബ്രദേഴ്സിനോട് ഇങ്ങനെ പ്രേക്ഷിതരുടെ ധ്യാനമാണെന്ന് ഞാൻ ഓർക്കുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ കാലിലിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. ഹല്ലേലൂയ. അപ്പം സാധാരണ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ കാലുമ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഹല്ലേലൂയ. കുറെ കരയുകയാണ്, എന്തൊക്കെയോ എന്നെ പറക്കി കരയുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ ഞാനിങ്ങനെ നിവൃത്തിയില്ല, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. എന്താണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ആവട്ടെ, എന്തോ ഒരു സൗഖ്യവും വിടുതലൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ധാരണയിൽ ഞാൻ അവിടെ നിന്നു. പ്രിയപ്പെട്ടവരെ, കുറെ നാളുകൾക്ക് ശേഷം സഹോദരിയോട് സംസാരിച്ചപ്പോൾ സഹോദരി പറഞ്ഞൊരു കാര്യം, ഞാൻ കർത്താവ് ഇങ്ങനെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ കാൽപാദത്തിലെ തിരുമുറിവുകൾ കെട്ടിപ്പിടിച്ച് ഞാൻ കുറെ കരഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു, ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു, ഒരുപാട് അമർഷം ഉണ്ടായിരുന്നു. എന്ന് ആ സമയത്ത് ഞാൻ കുറെ നേരം കരഞ്ഞു. എനിക്ക് മറ്റൊന്നും ഓർമ്മയില്ല. ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് ഫ്രീ ആയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരുന്നു. പലരോടും എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നു, പലരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റാതിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ടോട്ടലി മാറി. ഒരു പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം എനിക്കങ്ങനെ ദേഷ്യം വരുന്നില്ല. ഞാൻ എല്ലാറ്റിനെയും വളരെ സമചിത്തതയോടെ കാണാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ ഭയങ്കര ശാന്തത കടന്നു വരാൻ തുടങ്ങി. ഹല്ലേലൂയ. വളരെ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ മുറിവുകൾക്ക് നിന്റെ ആന്തരിക മുറിവുകൾ ഉണക്കാൻ കഴിയും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അവന്റെ മുറിവില് അവൻ അനുഭവിച്ച തിരസ്കരണത്തിന്റെ വേദനയുണ്ട്. ഒരേ പാത്രത്തിൽ നിന്നുണ്ടവൻ, ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്തവൻ അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞതിന്റെ വേദനയുണ്ട്. അവന് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത സ്നേഹിതന്റെ വേദനയുണ്ട്. അവന്റെ ശരീരത്തിൽ മുഴുവൻ ചാട്ടവാറടിയേറ്റ വേദനയുണ്ട്. അവന്റെ അനുഗ്രഹം പ്രാപിച്ചവൻ, അവന്റെ അത്ഭുതം കണ്ടവൻ അവനെ കാർക്കിച്ച് തുപ്പിയതിന്റെ വേദനയുണ്ട്. ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കി, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ഒരു ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞവന്റെ വേദനയുണ്ട്. ആ വേദനയുള്ള മുറിവുകളിലേക്ക് നിന്റെ മുറിവുകൾ സമർപ്പിക്കുമ്പോൾ ദൈവമക്കളെ, നിന്റെ മുറിവുകൾ ഉണങ്ങുന്നത് വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വേറെ എവിടെയും കൊണ്ടിട്ട് ചാരിയിട്ട് കാര്യമില്ല. നമ്മളെ പരിപാടി എന്താണെന്നറിയോ? ഇവിടെ നിന്ന് കിട്ടിയത് അപ്പുറത്ത് കൊടുക്കും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നിന്ന് കിട്ടിയത് ഇപ്പുറത്ത് കൊടുക്കും. ഹല്ലേലൂയ. കൊടുക്കേണ്ടവന്റെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്നില്ല. വളരെ പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ഈ കിട്ടിയത് മുഴുവൻ കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ ഞാൻ കോളേജ് അധ്യാപകനാണ്. അപ്പൊ എനിക്കറിയാം, കോളേജിലൊക്കെ റാഗിങ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഹല്ലേലൂയ. എന്താ റാഗിങ് എന്നറിയോ? ജൂനിയേഴ്സിന് കിട്ടുന്നത് അവര് സീനിയർ ആവുമ്പോൾ അടുത്ത ജൂനിയേഴ്സിന് കൊടുക്കും. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ അങ്ങനെ കൊടുക്കാനല്ല ഇത് കിട്ടിയത്. ഹല്ലേലൂയ. അവന്റെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് ദൈവമക്കളെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഈ വാഗ്ദത്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിന്റെ അവസാനത്തെ ഒരു വരി ഇങ്ങനെയാണ്: ഈശോയുടെ തിരുമുറിവുകളെ ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമേ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ മുറിവുകളെയും മുറിപ്പെടുത്തിയ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഉണക്കാൻ കഴിയുന്ന ഒരേ ഒരു മുറിവേ ഉള്ളൂ. അത് ഈശോയുടെ തിരുമുറിവാണ്. കാരണം അവൻ അകാരണമായിട്ടാണ് അവന്റെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റുവാങ്ങിയത്. അത് നിന്റെ സൗഖ്യത്തിന് വേണ്ടിയാ. അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ ക്ഷതങ്ങളാൽ, അവന്റെ മുറിവിനാൽ ദൈവമക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന്. ഈ ആത്മീയമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭൗതികമായ സ്വാതന്ത്ര്യമല്ല. ദൈവമക്കളെ, നമുക്ക് എന്തുകൊണ്ടാണ് ഉയരാൻ പറ്റാത്തത്? നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കാലുകളിലൊക്കെ ഒരു കെട്ടുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷിയെ നിങ്ങൾ എടുക്കുക, പക്ഷിയുടെ ഒരു കാലിൽ ഒരു നൂല് കൊണ്ട് കെട്ടുക. ഹല്ലേലൂയ. ആ പക്ഷിക്ക് പറക്കാൻ പറ്റത്തില്ല. ഒരു കാലുമ കെട്ടിയാൽ മതി. ഒരു നൂലെടുത്ത് ഈ തുന്നണ നൂലില്ലേ, അത് മതി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. പറക്കാൻ പറ്റത്തില്ല.
കാരണം അത് നിൽക്കുമ്പോഴും അത് നടക്കുമ്പോഴും അതിന് തോന്നും എന്തോ ഒന്ന് കാലുമ്മ തടഞ്ഞിട്ടുണ്ടല്ലോ. ഓരോരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിന് നടക്കാൻ പറ്റത്തില്ല, അതിന് ഓടാൻ പറ്റത്തില്ല, അതിന് പറക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഓരോരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഈശോയുടെ തിരുമുറിവിന്റെ മൂന്നാമത്തെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഈശോയുടെ തിരുമുറിവ് നമുക്കൊരു സംരക്ഷണ കവചമാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമക്കളെ, നിന്റെ തിരുമുറിവുകൾക്ക് സൗഖ്യം, നിന്റെ ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം. അതിനു പുറമെ ഈശോയുടെ തിരുമുറിവുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നിനക്ക് ഓടി ഒളിക്കാൻ പറ്റുന്ന ഒരു ഒളിത്താവളമാണത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഓരോ പ്രഭാതത്തിലും ചെയ്യുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ചെറിയ കാര്യമാണത്, വലിയ കാര്യമൊന്നുമല്ല, ചെറിയൊരു കാര്യം. ഈശോയുടെ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഈ തിരുഹൃദയ രൂപമുണ്ടോ? തിരുഹൃദയ രൂപമുണ്ടോ? ഉള്ളവർ കൈപൊക്കിക്കേ. ഈശോയുടെ തിരുഹൃദയ രൂപത്തിന്റെ ഒരു മൂലയ്ക്കുന്ന് ഒരു 2 തുള്ളി ഇങ്ങനെ രക്തം വീഴുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? സൂക്ഷിച്ചു നോക്കണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. അവിടെ കൊണ്ടുപോയി കൈവയ്ക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, ഈശോയെ നിന്റെ തിരുമുറിവിലേക്ക് എന്നെ ഇരുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു ശത്രുവിനും ഭേദിക്കാനാവാത്ത കോട്ടയാണ് ഈശോയുടെ തിരുഹൃദയ മുറിവുകൾ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ, ഈശോയുടെ തിരുമുറിവുകൾക്കുള്ളിലേക്ക് ഒരു ശത്രുവിനും പ്രവേശനമില്ല. ഹല്ലേലൂയ. ഒരു പിശാചിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം അത് നിനക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു ഒളിത്താവളമാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വളരെ രസകരമായ ഒരുപാട് പ്രാർത്ഥനകള് മാർപ്പാപ്പ ചെല്ലുമായിരുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. മാർപ്പാപ്പ ചൊല്ലിയിരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിവർന്നിരിക്കാമെങ്കിൽ പറഞ്ഞു തരാം. ചിലർ ഈസി ചെയറിൽ ഇങ്ങനെ കാലൊക്കെ നീട്ടിയിരുന്ന് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് നിവർന്നിരിക്കും. ഇത് മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചുപോയി. മാർപ്പാപ്പ ചെയ്തിരുന്ന ദിനം പ്രതി ചെയ്തിരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ പരിശീലിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ്. മാർപ്പാപ്പ രാത്രി സമയത്ത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. നമ്മളും കിടക്കുന്നതാണ്. ഹല്ലേലൂയ. കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. 7 മക്കൾക്ക് നല്ല ഉറക്കം തരുന്നുണ്ട് കർത്താവ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ചില മുറിവുകൾ ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല സമാധാന സൗഖ്യം കിട്ടും. വളരെ പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. അപ്പൊ അതിങ്ങനെയാണ്. മാർപ്പാപ്പ ഇങ്ങനെ കട്ടുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കും. എന്നിട്ട് വലത് കാലുമിലേക്ക് ഇടത്ത് കാലെടുത്ത് വയ്ക്കും. ഹല്ലേലൂയ. എങ്ങനെയുണ്ട്? വലത്ത് കാലുമിലേക്ക് ഇങ്ങനെ ഇടത്ത് കാലിങ്ങനെ വയ്ക്കും. കേട്ടോ? എന്നിട്ട് ഈശോ പറയും, മാർപ്പാപ്പ പറയും, നിന്റെ വലത്ത് കാലിലെ തിരുമുറിവിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് തന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലും. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിട്ട് ഇടത്ത് കാലിന്റെ മുകളിലേക്ക് വലത്ത് കാല് കയറ്റി വയ്ക്കും. ഇത് മുദ്രയൊന്നുമല്ല. ഹല്ലേലൂയ. ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിരുന്ന ഒരു മാർപ്പാപ്പ നമ്മളെ വിട്ടുപോയി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ഇടത്ത് കാലിലേക്ക് വലത്ത് കാല് വെച്ച് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇടത് കാലിലെ തിരുമുറിവിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. എന്നിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. എന്നിട്ട് 2 കൈയും ഇങ്ങനെ നിവർത്തി വെക്കും. എന്നിട്ട് ഇടത്ത കൈമേലേക്ക് വലത്ത കൈ വെച്ചിട്ട് പറയും, നിന്റെ ഇടത്ത് കൈയിലെ തിരുമുറിവിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഹല്ലേലൂയ. എന്നിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലും. എന്നിട്ട് ഇടത്ത കൈയെടുത്ത് വലത്ത കൈയിന്റെ മുകളിലേക്ക് വെച്ചിട്ട് പറയും, വലത്ത് കൈയിലെ തിരുമുറിവുകൾ കൊണ്ട് എന്നെ കഴുകണമേ. എന്നിട്ട് ഈ കൈയെടുത്ത് ഇങ്ങനെ പാർശ്വത്തിൽ വെച്ചിട്ട് പറയും, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് 5 സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയിട്ട് മാർപ്പാപ്പ പറയാണ്, ഒരു പ്രാർത്ഥന കൂടി ഞാൻ അവസാനത്തെ എൻ്റെ ഒരു 18ാമത്തെ അടവുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഇതാണ്, കർത്താവേ മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മാർപ്പാപ്പ ചൊല്ലിയിരുന്ന ഒരു സിമ്പിൾ പ്രെയർ ആണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഇങ്ങനത്തെ ഒരുപാട് ചപ്പടി വിദ്യകൾ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ 5 വിരൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെയുണ്ട് മാർപ്പാപ്പയുടെ 5 ഫിംഗർ പ്രെയർ. കേട്ടോ? ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ മാർപ്പാപ്പ നടത്തിയിരുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഇതിലേറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ഫലം എന്തെന്ന് മാർപ്പാപ്പ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പ പറയാണ്,
അന്നത്തെ രാത്രി ഞാൻ കിടന്നെഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ പോലെയാണ്. ഒറ്റടിക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. കാരണം ആ രാത്രിയിൽ എൻ്റെ നിദ്ര എന്ന് പറയുന്നത് എൻ്റെ മരണമാണ്. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് ഫ്രഷായി ഉത്ഥാനം ചെയ്ത ക്രിസ്തു എഴുന്നേറ്റത് പോലെയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അങ്ങട് തിരിയണ് ഇങ്ങട് തിരിയണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ തലേ ദിവസത്തെ മോന്തെങ്ങനെ ഈ കടന്നെല്ല് വീർപ്പിച്ച പോലെ വരുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ ഒരു മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ മുഴുവൻ ഭാരവും തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി കിടന്നുറങ്ങുന്ന ഒരു മാർപ്പാപ്പ പിറ്റത്തെ ദിവസം ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ പോലെ എഴുന്നേൽക്കുന്നു. ഒരു സിമ്പിൾ പ്രയർ. ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഈശോയുടെ തിരുമുറിവിലേക്ക് നോക്കി ആരെല്ലാം പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം സൗഖ്യം പ്രാപിക്കും, അവരെല്ലാം വിടുതൽ പ്രാപിക്കും, അവരെല്ലാം വലിയ ദൈവിക സംരക്ഷണം പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിന്റെ മുറിവുകൾ പിശാചിന്റെ പണിപ്പുരയാണെങ്കിൽ കർത്താവിന്റെ തിരുമുറിവുകൾ നിനക്കുള്ള സുരക്ഷിതമായ ഒളിത്താവളങ്ങളാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവമക്കളെ, ഈശോയുടെ തിരുമുറിവുകൾ നിനക്ക് വലിയ വിടുതൽ കൊണ്ടുവരും. പറ ഹല്ലേലൂയ. ഈശോയുടെ തിരുമുറിവുകൾ പറ എന്തുകൊണ്ടുവരും? വിടുതൽ കൊണ്ടുവരും. കാരണം അത് ഈശോയുടെ ഓരോ മുറിവുകളും അവൻ കുത്തി തുളയ്ക്കപ്പെട്ടത്, അവൻ കുത്തി തുറക്കപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു തരാനാണ്. ഹല്ലേലൂയ. അവന്റെ ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ വിണ്ട് കീറിയത് നിന്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ, നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങളെ, നിന്റെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ, നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ തച്ചു തകർക്കാൻ അവന്റെ തിരുമുറിവുകൾക്ക് കഴിയും. അവന്റെ തിരുമുറിവുകളിലൂടെ അടഞ്ഞുപോയ സകലതും തുറക്കപ്പെടും. തുറന്നവ അടയ്ക്കാനും അടഞ്ഞവ തുറക്കാനും കഴിവുള്ള ഒരു ദാവീദിന്റെ കുഞ്ഞാടിനെ കുറിച്ച് യെശയ്യായുടെ പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട്. ദാവീദിന്റെ പുത്രനായ ദൈവം, അതാണ് കുഞ്ഞാടിന്റെ പ്രത്യേകത. ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ പറയും, ഈ മുദ്രകൾ തുറക്കാൻ കുഞ്ഞാട് യോഗ്യനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലെ എന്താണ് ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത? അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. അടഞ്ഞുപോയ ചില അനുഗ്രഹങ്ങളുടെ പുസ്തക ചുരുളുകൾ തുറക്കാൻ കർത്താവ് ദൈവത്തിന്റെ കുഞ്ഞാടി യോഗ്യനാണെന്ന്. കാരണം എന്താണെന്നറിയോ? അതിന്റെ മുദ്ര വച്ചിരിക്കുക. അത് തുറക്കാൻ അനുവാദമില്ലെന്ന് യോഹന്നാനോട് പിതാവായ ദൈവം പറയുമ്പോൾ യോഹന്നാൻ സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പറയും, ഇതൊന്ന് തുറന്നു തരാൻ, ഈ മുദ്രകൾ തുറക്കാൻ ആര് വരും, ആരിത് തുറക്കും എന്ന് ചോദിക്കുമ്പോ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദൂത് ഇതാ യോഹന്നാനോട് പറയുകയാണ്, അതിന്റെ മുദ്രകൾ തുറക്കാൻ, പുസ്തക ചുരുൾ സ്വീകരിക്കാൻ യോഗ്യനായ ഒരുവനേ ഉള്ളൂ. അത് കുഞ്ഞാടാണ്, ദൈവത്തിന്റെ കുഞ്ഞാടാണ്. കാരണം അവൻ വധിക്കപ്പെടുകയും അവന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും, ശ്രദ്ധിക്കണേ, നമ്മളെ മാത്രമല്ല, ക്രിസ്ത്യാനിയെ മാത്രമല്ല, എല്ലാ ഗോത്രങ്ങളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ജനതകളിലുമുള്ളവരെ ദൈവത്തിന് വേണ്ടി അവൻ വിലയ്ക്ക് വാങ്ങി, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി, അവന്റെ മുറിവിലൂടെ അവൻ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ സകല വാതിലുകൾ തുറക്കാൻ, മാർഗതടസ്സം നിൽക്കുന്ന എല്ലാ വഴികളും തുറന്നു തരാൻ കഴിയുന്ന ഒരു കുഞ്ഞാടുണ്ട്. വധരുതി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരണം അവന്റെ മുറിവ് നിന്റെ ജീവിതത്തിലേക്ക് വലിയ തുറവി കൊണ്ടുവരും. വധരുതി പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത തടസ്സം, ജോലി തടസ്സം, വിസ തടസ്സം, വിവാഹ തടസ്സം, ആകെ മൊത്തം തടസ്സമാണെങ്കിൽ അവന്റെ മുറിവിലേക്ക് സമർപ്പിക്കണം. പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഈശോയുടെ തിരുമുറിവുകളുടെ വണക്കം
പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ആരംഭിക്കുന്നത് ലിയോ 13 മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ ഇത് ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോയുടെ തിരുക്കല്ലറയിൽ നിന്ന് കിട്ടി എന്ന് പാരമ്പര്യമായി നമ്മൾ വിശ്വസിക്കുന്ന ഒരു കത്ത്, ഒരു പേപ്പർ. അതില് ഈശോ സഹിച്ച പാടുപീഡകളുടെ എണ്ണം എഴുതിയിട്ടുള്ള ഒരു കത്ത് കണ്ടുകിട്ടുകയും പിന്നീട് മാർപ്പാപ്പ അത് പൊതു വണക്കത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. അതൊരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 1890 ഏപ്രിൽ 5 മുതൽ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഈ കല്ലറയിൽ നിന്നുള്ള കത്ത്, അതിൽ പറഞ്ഞിട്ടുള്ള പീഡാസഹനങ്ങളുടെ എണ്ണം പ്രഖ്യാപിക്കുകയും അത് വണങ്ങുവാനായിട്ട് മാർപ്പാപ്പ ആവശ്യപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. അത് പ്രകാരം 150 പടയാളികളായിരുന്നു ഈശോയെ പീഡാസഹനത്തിൽ അനുഗമിച്ചത്, അവനെ പീഡിപ്പിച്ചത്. 150 അടികൾ അവന്റെ ശിരസിൽ അവൻ ഏറ്റുവാങ്ങി. ശരീരത്തിൽ 6666 അടികൾ ഈശോ ഏറ്റുവാങ്ങി. 180 തവണ അവന്റെ മുഖത്ത് തുപ്പി. അവന്റെ താടിമീശ 23 തവണ വലിച്ചു പറിച്ചു. 20 മുറിവുകൾ അവന്റെ ശിരസിലുണ്ടായി. അവന്റെ ശിരസിൽ 72 മുള്ളുകൾ ആഴ്ന്നിറങ്ങി. അവൻ ചിന്തിയ രക്തത്തുള്ളികളുടെ എണ്ണം 28,340 ഇങ്ങനെ ഈശോയുടെ പീഡാസഹനത്തിന്റെ സകല മാത്തമാറ്റിക്സും കണക്കുകളും വെളിപ്പെടുത്തിയ ഒരു കത്ത് ഈശോയുടെ തിരുക്കല്ലറയിൽ നിന്ന് പിന്നീട് കണ്ടെടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ അതിനകത്ത് ആ ഈശോയുടെ തിരുമുറിവുകളെ വണങ്ങുന്നവർക്ക് 5 കൃപകള് കത്തില് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായ ഏറ്റവും അവസാനത്തെ ഒരു വാഗ്ദാനം മാത്രം ഞാൻ നിങ്ങളോട് പറയുക. അതിങ്ങനെയാണ്: ഈ തിരുമുറിവുകളെ വണങ്ങി ആ തിരുമുറിവുകളോടുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക്, അത് ചൊല്ലുന്നവരിലും അത് ചൊല്ലുന്നവരുടെ 4ാം തലമുറ വരെയുള്ള ആത്മാക്കളെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വീകരിക്കും. ബൽദേരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞേ. ബാക്കി കൃപകളൊക്കെ ഉണ്ട്. 5ാമത്തെ എന്നെ വളരെയധികം ആകർഷിച്ചൊരു കാര്യം, ഈ വാഗ്ദത്ത ശുശ്രൂഷ ഇവിടെ തുടങ്ങി വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നോക്കി നിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം തരുന്ന ഏറ്റവും പ്രഥമമായ, ഏറ്റവും പരമമായ വാഗ്ദാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്: അത് ചൊല്ലുന്നവരെയും 4ാം തലമുറകളിൽ വരെയുള്ള ആത്മാക്കളെയും കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് വിശുദ്ധയായ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജിറ്റൈൻസ് എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയായ വിശുദ്ധ ബ്രിജിത്ത. 10ാമത്തെ വയസ്സിൽ ഈശോയുടെ കുരിശിൽ കിടക്കുന്ന ഒരു രൂപത്തിന്റെ ദർശനത്തിന് ശേഷം ഈശോയുടെ പീഡാസഹനങ്ങൾ ധ്യാനിച്ച് എപ്പോഴും ഈ വിശുദ്ധ ഇങ്ങനെ ചോദിക്കുമായിരുന്നു: ഈശോയെ, നിന്റെ ചാട്ടവാറടിയേറ്റപ്പോ നിന്റെ ശരീരത്തിൽ എത്ര മുറിവുകൾ ഉണ്ടായി? ഹല്ലേലൂയ. ഇതെപ്പോഴും ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു കത്തീഡ്രൽ പള്ളിയിലെ സെന്റ് പോൾസ് കത്തീഡ്രലിലെ ഈ കൊച്ചു വിശുദ്ധ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു: എൻ്റെ ശരീരത്തിൽ 5480 മുറിവുകൾ ഉണ്ടായി. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. 5480 മുറിവുകളിലെ 5475 ഞാൻ ഏറ്റുവാങ്ങിയത് എൻ്റെ ശരീരത്തിൽ കുറേ 40 അടികൾ എൻ്റെ ശരീരത്തിൽ ആഞ്ഞു പതിച്ചപ്പോ, എൻ്റെ ശരീരം മുഴുവൻ ഉഴവ് ചാല് പോലെ വിണ്ട് കീറിയപ്പോ ഈ ഗാഗുൽത്താനാഥന്റെ രൂപത്തിലേക്ക് നിനക്ക് നോക്കിയ കഴിയാ. ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് കണ്ണും കണക്കുമില്ല. ഈശോയുടെ ചത്തോ ജീവിച്ചോ എന്നറിയാൻ അവന്റെ തിരുവിലാവിലേക്ക് കൊത്തിയപ്പോ ഈശോ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പച്ചയുള്ള അവന്റെ ശരീരത്തിൽ കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളികൾ മദ്യപിച്ച് ലക്ക് കെട്ടി കുറേ 40 അടികൾ അവന്റെ ശരീരത്തിൽ ആഞ്ഞടിച്ചപ്പോ അവന്റെ ശരീരം മുഴുവൻ ഉഴവു ചാല് പോലെ തലങ്ങും വിലങ്ങും വെണ്ട് കീറിയപ്പോ അവിടെ നിന്നൊഴുകിയ രക്തവും അവിടെ അവൻ അനുഭവിച്ച വേദനയും അത് കഠോരമായിരുന്നു. അതിനെക്കുറിച്ച് ധ്യാനിച്ച് ഒരു കൊച്ചു പെൺകുട്ടി ഒരു വിശുദ്ധയായി മാറി. അവളോട് ഈശോ പറഞ്ഞു: എൻ്റെ തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് 15 സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയം, നീ ദിവസേന ചെല്ലുമ്പോൾ 1 വർഷം കൊണ്ട് എൻ്റെ ശരീരത്തിൽ വന്ന എല്ലാ തിരുമുറിവുകളെയും നീ വണങ്ങിക്കഴിയും. അവർക്ക് ഞാൻ ഉന്നതമായ ദൈവിക കൃപകൾ വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ ആത്മാവ് ഒരിക്കലും നാശത്തിലേക്ക് പോവുകയില്ല. അവരുടെ ആത്മാവിനെ ഞാൻ എൻ്റെ തിരുഹൃദയത്തിന്റെ തിരുമുറിവിൽ സംരക്ഷിക്കും. കരങ്ങളടിച്ച് ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കറിയാം നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് തിരുനാളാ? സഭയിൽ ഏറ്റവും പ്രധാനമായ ഒരു തിരുനാളാണ് കുരിശ്. പോഷത്വത്തിന്റെ അടയാളമായ കുരിശ്
രക്ഷയുടെ അടയാളമാണെന്ന് അല്ലയോ ക്രിസ്ത്യാനി നീ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു തിരുനാളിന് നീ ഒരുങ്ങുമ്പോ നീ മനസ്സിലാക്കണം, കുരിശാണ് രക്ഷ. കുരിശിലൂടെ മാത്രമാണ് രക്ഷ. കുരിശിലൂടെ മാത്രമേ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിന്റെ ഈ ജീവിതയാത്ര നാശത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് പറയുവാനായിട്ടൊരു ടെസ്റ്റ് ഡോസ് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ ചരിക്കുന്നത് നാശത്തിലേക്കാണോ രക്ഷയിലേക്കാണോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ കുരിശിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കുരിശിനോടുള്ള നിന്റെ മനോഭാവം, സഹനത്തോടുള്ള നിന്റെ മനോഭാവം, കുരിശിനോട് നിന്റെ ഉള്ള മനോഭാവമാണ് നിന്റെ ഈ ജീവിതയാത്രയുടെ ക്ലൈമാക്സ് തീരുമാനിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് അത് പോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കത് ശക്തിയാണ്. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് ദൈവമക്കളെ, ഈശോയുടെ കുരിശിലേക്ക്, ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ലെന്ന് നീ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്, സകല പ്രതിസന്ധികൾക്കും ഇവിടെ പരിഹാരമുണ്ട്. അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, വിശുദ്ധ ബ്രിജീത്ത പറഞ്ഞതുപോലെ, ലിയോ 13-ാം പാപ്പ പറഞ്ഞതുപോലെ, ഈശോയുടെ തിരുമുറിവിലേക്ക് നോക്കി പിതാവായ ദൈവത്തോട് പറയണം, കർത്താവേ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ കരുണയായിരിക്കണമേ. ഓരോരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതിലും വലിയ പ്രാർത്ഥനയില്ല ദൈവമക്കൾ. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വാഗ്ദത്ത ശുശ്രൂഷയിലൂടെ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, കൊളോസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 2:14, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. നിനക്ക് ദോഷകരമായി നിൽക്കുന്ന, നിനക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന നിയമത്തിന്റെ, ശാപത്തിന്റെ, പാപത്തിന്റെ നിയമങ്ങളെ അവൻ കുരിശിൽ മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കുരിശിൽ തറച്ചവൻ നിഷ്കാസനം ചെയ്തു. ആധിപത്യങ്ങളെ, അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. ഹല്ലേലൂയ. നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ കൊടിയ ആയുധങ്ങളെയും അവന്റെ ആധിപത്യങ്ങളെയും നിരായുധമാക്കിയത് ഈശോ കുരിശിലാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. വളരെ പറ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. സമയം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകളിൽ എന്നെ ഇരുത്തണമേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ കരങ്ങൾക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് മനോഹരമായൊരു പ്രാർത്ഥനയാണ്, മനോഹരമായൊരു പാട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തെ, നിന്റെ നിയോഗങ്ങളെ മുഴുവൻ ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് കണ്ണുകൾ അടച്ചൊന്ന് പാടി പ്രാർത്ഥിച്ച്, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ ഇരുത്തണമേ. കണ്ണുകൾ അടച്ച് കരങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്റെ നിയോഗം എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, നിനക്ക് സൗഖ്യം വേണോ, വിടുതൽ വേണോ, അനുഗ്രഹം വേണോ, സംരക്ഷണം വേണോ, കർത്താവിന്റെ തിരുമുറിവിലേക്ക് നോക്കി പിതാവേ എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറകളോട് കരുണയായിരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു.